ഇതിൽ ശരിക്കും കുറ്റബോധമാണ്, ഭയം, ചിന്തകൾ. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. മുൻകാലങ്ങളിൽ അവരിതുപോലെയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫേസിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ കർമ്മ അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഓവറോൾ ഫീലിങ്സ് മൊത്തത്തിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ലവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ അതിനൊരു ആൻസർ ഇല്ല. കാരണം അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ ശരിക്കും അവർ ഭയപ്പെടുന്നു. വളരെ ശക്തമായിട്ടുള്ള റിഗ്രഷൻ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഉടനെ എന്തായാലും ഒരു ആക്ഷൻ എടുക്കാൻ അവരുടെ ഈ ഒരു ഭയം അനുവദിക്കുന്നില്ല. അത്രത്തോളം നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിഗ്രഷനുള്ള സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാകും ഒരു റിജക്ഷൻ. ഇനി നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്താലോ അതും കൂടി താങ്ങാനുള്ള ഒരു കരുത്ത് അവരുടെ ആ ഒരു മനസ്സിനില്ല. നിങ്ങളുടെ ഒരു സൈലൻസ് തന്നെയാണ് അവരുടെ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ അവരെ വിട്ടുപോയിട്ടൊന്നുമില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 99% ആളുകളും മനസ്സുകൊണ്ട് അവരെ വിട്ടുപോയിട്ടില്ല. ശരിക്കും ശരീരം കൊണ്ട് ഒന്ന് അകന്നിരുന്നുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ അടയാളമാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നമ്മെ എന്തിന്റെ പേരിലാണെങ്കിൽ തന്നെയും ഒരുപാട് സ്നേഹിച്ച് വിശ്വസിച്ച് നമ്മളെ ഒന്ന് മാറ്റി നിർത്തി അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർക്കുള്ള മറുപടി ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഒരിക്കലും നിങ്ങളിനി അവരുടെ പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് മാറി നിൽക്കുകയാണ്, നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. അവർക്ക് ഒരു ഹിന്റ് പോലും നിങ്ങൾ കൊടുക്കാതെ മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും അവർക്ക് ഈ കുറ്റബോധം കൂടുന്നത്. നിങ്ങളുടെ ഒരു ആക്ഷനും മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും അവർക്കറിയില്ല. നെക്സ്റ്റ് നമുക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? നിങ്ങളുടെ അരികിലേക്ക് വരാൻ വല്ല പ്ലാനും ഉണ്ടോ? അതല്ല ക്വിറ്റ് ചെയ്യുകയാണോ? ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ് ആണ്. അവരുടെ ഉള്ളിൽ ശരിക്കും ഒന്ന് സോഫ്റ്റനാകുന്ന ഒരു സമയം വരും. നിങ്ങളോട് ശരിക്കും ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു കെയർ, നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരു അവസ്ഥ. മുൻകാലങ്ങളിലൊക്കെ ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് തരാതെ ശരിക്കും ഒന്ന് ചാടിക്കളിച്ച് നിൽക്കുന്ന ഒരു ആളായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരു റെസ്പെക്റ്റ് ഒക്കെ തന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഭാഗ്യമാണ്. വളരെ അവിചാരിതമായി നിങ്ങൾക്ക് മുൻപിലേക്ക് വന്ന ഈ ഒരു റീഡിങ്ങിന്റെ ഫുൾ വീഡിയോ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയ്ക്കുള്ള ഡെയിലി ഡിവൈൻ ഗൈഡൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്.